ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട 5 കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ, ഏതെങ്കിലുമൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ട്രിക്കുകളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. റെസ്പെക്റ്റ് താനെ നിങ്ങളിലോട്ട് വരും. നിങ്ങൾ ആരുടെയും പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരെയും സന്തോഷിപ്പിച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും നമ്മളെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിഥ്യാധാരണയാണ്. എല്ലാവരെയും സന്തോഷിച്ച് എല്ലാം ചെയ്യാൻ നിന്നാൽ നമുക്കൊരു റെസ്പെക്റ്റും കിട്ടത്തില്ല. അവരുടെയൊക്കെ മുന്നിൽ നമ്മൾ ശരിക്കും ഒരു പാവയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കൂടുതലും ലേഡീസിനോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ, അവർക്ക് ചെയ്തു കൊടുത്തു, അടുത്ത ആൾക്കും ചെയ്തു കൊടുത്തു, അവരെ ആരെയും മുഷിപ്പിക്കത്തില്ല. അവരെന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്തു കൊടുക്കും. വീട്ടിലത്തെ കാര്യങ്ങൾ എടുക്കാം. എക്സാമ്പിൾ, രാവിലെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാവർക്കും. ഓരോരുത്തർക്കും ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ട്. അവരുടെ വിചാരം ഓരോരുത്തരും അവരോട് പ്രത്യേക സ്നേഹമാണെന്നാണ്. ഒന്നുമല്ല. അവർ വിചാരിക്കുന്ന അവർക്ക് എന്നാ വേണം അത് ആവശ്യപ്പെട്ട ഉടനെ ഉണ്ടാക്കി തരുന്ന ഒരു പാവ മാത്രമാണ് നിങ്ങൾ. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇത് ലേഡീസിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും. നമ്മളെല്ലാവരെയും പ്ലീസ് ചെയ്ത്, നമ്മുടെ ഫാമിലിയിലുള്ളവരാകട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, നമ്മുടെ ഓഫീസിലുള്ളവരാകട്ടെ, എല്ലാവരെയും ഹാപ്പി ആയിട്ട് ഇരുത്തി കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നെ റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ള മിഥ്യാധാരണ മാറ്റുക. ഇനി മുതൽ ആ ഒരു സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുക. ഒന്നാമതായിട്ട്, നിങ്ങൾക്ക് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ എല്ലാവരുടെയും ഫേസിൽ ഹാപ്പിനെസ് കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ രാവിലെ എക്സാമ്പിൾ ലേഡീസിനെ തന്നെ എടുത്താൽ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കി വെക്കുക. കഴിക്കാനുള്ളവർ കഴിക്കും, കഴിക്കേണ്ടാത്തവർ കഴിക്കാതിരിക്കുന്നു പറഞ്ഞാൽ അവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഓരോ ദിവസവും ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് അവർ ഓരോന്ന് ആവശ്യപ്പെടുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളിപ്പോൾ വീട്ടിൽ 5 പേരുണ്ട്, 5 ടൈപ്പുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ 2 ടൈപ്പ് ഉണ്ടാക്കിയാൽ മതി. അതിലേതെങ്കിലും ഒന്ന് അവർ കഴിക്കുമല്ലോ. ഇപ്പോൾ ഇന്ന് ഇത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളൂ എന്ന് നിങ്ങൾ തന്നെ മിനിമൈസ് ചെയ്തുകൊണ്ട് വരിക. എന്നിട്ട് അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഒരു ഫുഡ് ഉണ്ടാക്കിയാൽ മതി. കോമൺ ആയിട്ട് എല്ലാവരും കഴിക്കുന്ന ഫുഡ് എല്ലാവരും കഴിക്കുക. അങ്ങനെ അതല്ല, ഇപ്പോൾ ഓഫീസിലാണ്, നമ്മളെപ്പോൾ എല്ലാവരെയും പ്ലീസ് ചെയ്ത് എല്ലാവരോടും ഹായ് ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊന്ന് ചെയ്തു തരാമോ, ഇതൊന്ന് ടൈപ്പ് ചെയ്ത് തരാമോ, എനിക്കൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് തരാമോ, എനിക്ക് ആ സ്റ്റാമ്പൊന്ന് എടുത്ത് തരാമോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇച്ചിരി ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വരാമോ, ഇങ്ങനെ ആരെന്ത് പറഞ്ഞാലും നമ്മുടെ 2 ചെവിയും അവരുടെ അടുത്തായിരിക്കും. എന്നിട്ട് നമ്മൾ അവരെയൊക്കെ സഹായിക്കും. ആണുങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ. പെണ്ണുങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലെല്ലാം എടുത്ത് ചെയ്തു കൊടുക്കും. ആൺകുട്ടി ബോസ് അല്ലെങ്കിൽ സീനിയേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമായിരിക്കില്ല. പക്ഷേ നമ്മുടെ വിചാരം നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരിക്കലുമില്ല. നിങ്ങളൊരു 2 ദിവസം ചെയ്യാതിരുന്നാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് നടക്കും. ഓഫീസിലത്തെ കാര്യം എടുത്തോ. നിങ്ങൾ 2 ദിവസം ലീവ് എടുത്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളവർ ഹാപ്പി ആവാതിരിക്കുക, അല്ലെങ്കിൽ അവരാരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് എന്താ വരാത്തതെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ അത്ര വല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ചോദിക്കുക. അല്ലാതെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരെയും പ്ലീസ് ചെയ്തിട്ട് ജീവിക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആദ്യം മാറ്റുക. അത്യാവശ്യത്തിന് മാത്രം പ്ലീസ് ചെയ്യുക. അത്യാവശ്യത്തിന് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ. ഒരാരും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ കാര്യം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷിപ്പിക്കുന്ന ഒരു പാവപ്പെട്ട ആ വ്യക്തിനെ അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നുണ്ടോ, അവർ സന്തോഷിക്കുന്നുണ്ടോ, പാവങ്ങളെ സഹായിക്കുന്നതിൽ ഓക്കെ, അത് നിങ്ങൾ പ്ലീസ് ചെയ്യാം. ഇങ്ങനെ 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം ഇനിയും നിങ്ങൾ ആരെയെങ്കിലും എല്ലാവരെയും ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ പോകുന്നതിൻ്റെ പുറകെ ടൈം വേസ്റ്റ് ആക്കുന്നതിന് മുമ്പ് ഇങ്ങനെ 2 കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, പാവങ്ങളെ ആരെയെങ്കിലും നിങ്ങൾ സഹായിക്കുന്നുണ്ടോ. ഇത് 2 ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ ഇങ്ങനെ വള സംസാരിച്ച് എല്ലാവരോടും ചിരിച്ചും കളിച്ച് നടക്കുന്നവരെ ആർക്കും ഒരു വില ഉണ്ടാകത്തില്ല. അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും. നിങ്ങൾ ഓഫീസിൽ ഒരു നല്ല റെസ്പെക്റ്റഡ് ആയിട്ട് പൊസിഷൻ ഇരിക്കുന്ന ഒരു വ്യക്തിനെ നോക്കി അയാൾ എല്ലാവരെയും കാണുന്നവരോടെല്ലാം അവരുടെ ടേബിളിൽ ചെന്ന് ഹായ് ഹലോ, അതെ ഇത് എൻ്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അത് വേണോ ഇത് വേണോ, ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടോ? അവരുടെ സംസാരം വളരെ മിതത്വമുള്ളതായിരിക്കും. അവർ സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കാൻ ചിലപ്പം അവരെന്തെങ്കിലും സംസാരിച്ചാൽ അതെന്താ സംസാരിച്ചെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ക്യൂരിയോസിറ്റി വേണമെങ്കിൽ നമ്മൾ ആക്കും. എന്നു വെച്ചാൽ അത്രയും കുറച്ച് വാക്കുകൾ മാത്രമേ അവരുടെ അടുത്തുനിന്ന് വരാവുള്ളൂ. അവരിങ്ങനെ
ഓവറായിട്ട് എല്ലാവരെയും പ്ലീസ് ചെയ്തോ അല്ലെങ്കിൽ ഓവറായിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ ചിലവിൽ സംസാരിച്ച് നടക്കുകയോ ചെയ്യുന്ന വ്യക്തിയായിരിക്കില്ല. നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണമെങ്കിൽ നിങ്ങളിലേക്ക് മാത്രം ചിന്തിക്കുകയും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വാല്യൂ കൂട്ടാൻ വേണ്ടി നിങ്ങളുടെ സംസാരം കുറയ്ക്കുക. ആക്ഷൻ മതി. സൈലൻ്റിൽ നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർ കണ്ടാലും കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓവറായിട്ട് ആക്ട് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും എല്ലാവരെയും പ്ലീസ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. എപ്പോഴും നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിരിക്കുക. എപ്പോഴും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കാര്യം നോ പറയാനുണ്ടെങ്കിൽ അത് നോ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോ പറയുക, അവിടുന്ന് സ്ഥലം കാലിയാക്കുക. അതല്ലാതെ ഞാൻ എന്തിന് നോ പറഞ്ഞു, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, അതിനുവേണ്ടി കുറേ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും. അങ്ങനത്തെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് നിർത്തും. ഇപ്പം നിങ്ങൾക്ക് വീട്ടിലോ നിങ്ങൾക്ക് ഫാമിലിയിലോ അല്ലെങ്കിൽ ഓഫീസിലോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അതിലെന്തോ ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് അതുപോലത്തെ ഡ്രസ്സ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടക്കേടാണ്, അതുകൊണ്ട് നിങ്ങൾ ആ ഫംഗ്ഷന് പോകുന്നില്ല എന്ന് വിചാരിച്ചു. നിങ്ങളങ്ങനെ വിചാരിച്ചെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല, അപ്പോൾ നിങ്ങൾ പറയണം അതുണ്ടല്ലോ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, അല്ലെങ്കിൽ അന്ന് എനിക്ക് വേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് അവിടെ പോകണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവധി ദിവസം എനിക്ക് വേറെ കാര്യങ്ങൾക്ക് വേണം, അങ്ങനെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളിന്മേൽ പ്രഷർ ചെലുത്തിയിട്ട് ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട്. അതായത് നിങ്ങൾ ഫ്ലെക്സിബിൾ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, ഇപ്പം നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് അത്രയും പറയുക, ആ സ്ഥലം കാലിയാക്കുക. അല്ലാതെ എനിക്കിഷ്ടമില്ല പിന്നെ അതിന് ഇങ്ങനെ കാരണങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളുടെ വാക്കുകൾ ചുരുക്കി നിങ്ങൾക്ക് ആവശ്യം ഇല്ല എന്ന് ഉറപ്പായിട്ടും നല്ല സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുക. സ്റ്റോപ്പ് ദ ടോക്കിംഗ്, അവിടെ വെച്ചിട്ട് നിർത്തുക സംസാരം. അതോടെ നിങ്ങളെ മറ്റുള്ളവർക്ക് ആൾ ഭയങ്കര സീരിയസ് ആണ്, അല്ലെങ്കിൽ ആൾക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്നു, അങ്ങനത്തെ ക്യാരക്ടറാണ്. അങ്ങനത്തെ ക്യാരക്ടർ നിങ്ങളല്ലെങ്കിലും ഇങ്ങനെ ആക്കിയെടുക്കൂ. ഇനിയും തൊട്ടുള്ള സംസാരങ്ങളിലും ഇനിയുള്ള നിങ്ങളുടെ ഡിസിഷൻസിലും നിങ്ങൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് മാറുക. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് യെസ് അല്ലെങ്കിൽ നോ പറയുക. നോ എക്സ്പ്ലനേഷൻ ഫർദർ കൊടുക്കേണ്ട ആവശ്യമില്ല. കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വിലയില്ല, നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടത്തില്ല. അടുത്തതായിട്ട് നിങ്ങൾ എല്ലാ കാര്യത്തിനും എന്ത് ലൈഫിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിനെല്ലാവരുടെയും പെർമിഷൻ കിട്ടിയിട്ടേ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു തീരുമാനമുള്ള വ്യക്തിയാണെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുക. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റും, പക്ഷേ മറ്റുള്ളവരുടെ ഒരു നല്ല അഭിപ്രായം കിട്ടുന്നതിന് വേണ്ടി അവരൂടെ സമ്മതിച്ചാൽ പോകാമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾ, നിങ്ങൾക്ക് എവിടെ ഒരു യാത്ര പോകാനുണ്ട്, ചെറിയ യാത്രയാണ്, അപ്പോൾ നിങ്ങൾ അമ്മേനോട് ചോദിക്കണം, അപ്പനോട് ചോദിക്കണം, വൈഫിനോട് ചോദിക്കണം, ഹസ്ബൻഡിനോട് ചോദിക്കണം, ഫ്രണ്ടിനോട് ചോദിക്കണം, കുഞ്ഞുങ്ങളോട് ചോദിക്കണം, എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഞാൻ പോകുന്നുള്ളൂ. ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റെസ്പെക്റ്റും ഇല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നടപ്പിലാക്കുന്നതല്ല, നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരോടും പറയേണ്ടതില്ല. ചെറിയ കാര്യമാണെങ്കിലും ഡെയിലി ഉള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെ എല്ലാവരോടും കുട്ടിഘോഷിച്ചിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇത് നിർത്തുക. ലേഡീസിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു നല്ല സാധനം കുക്ക് ചെയ്യണം, ഉടനെ എല്ലാവരോടും പെർമിഷൻ ചോദിക്കുക, ഞാനിത് കുക്ക് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ ഇത് വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ ഈ കുക്കിങ്ങിനകത്ത് അത് വേണോ, ഇങ്ങനത്തെ ടേസ്റ്റ് വേണോ, അങ്ങനത്തെ വേണോ, ഇതൊന്നും നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ആക്കുക. എന്നിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു ഇത്. എല്ലാവരുടെയും പെർമിഷൻ ചോദിച്ചിട്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. അടുത്ത ഒരു കാര്യമാണ് എല്ലാവരെയും കമ്പയർ ചെയ്യുക. നമ്മളുമായിട്ട് മറ്റുള്ളവരെ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പുറത്തെ വീട്ടുകാർക്ക് അതുണ്ട്, ഇപ്പുറത്തെ വീട്ടുകാർക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് അതുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിതൊന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കുറവായിരിക്കാം എനിക്കാണ് കൂടുതലുള്ളത്. ഇങ്ങനെ കമ്പയർ ചെയ്ത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ആൾക്കാരെ ആരും റെസ്പെക്റ്റ് ചെയ്യത്തില്ല. അത് നിങ്ങൾ ഫ്രണ്ട്സിനെ വെച്ചിട്ടാണെങ്കിലും പേരൻസിനെ വെച്ചിട്ടാണെങ്കിലും ഓഫീസിലുള്ളവരെ പറ്റിയാണെങ്കിലും ആരെ പറ്റിയെങ്കിലും കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരെ ആരും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങളത് നിർത്തിക്കൊണ്ട് വരിക. ആ ഒരു സ്വഭാവം പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് സെൽഫായിട്ട് നമ്മൾ സ്വന്തമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവമൊന്നും നമുക്ക് വരത്തില്ല. നമുക്കുള്ളതിൽ സന്തോഷം അല്ലെങ്കിൽ നമുക്കില്ലാത്തതിനെ നമ്മൾ തന്നെ ആഗ്രഹിച്ച് നേടിയെടുക്കുക. അതിനുവേണ്ടിയുള്ള വഴികൾ നോക്കുക. അത് സൈലൻറ്റിലായിരിക്കണം. അത് മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാതെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക, അത് നേടിയെടുക്കുക. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ വില കളയരുത്.
പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ, ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കഴിവതും അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കുക. അതല്ല അവരുടെ കൂടെ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അവരുമായിട്ടുള്ള സംസാരം കുറയ്ക്കുക. അവരെ ഒരു ഗ്യാപ്പിൽ നിലനിർത്താൻ ശ്രമിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളുടെ ഓഫീസിൽ ചില സീനിയേഴ്സ് ഉണ്ടാവും, അവർ ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ദിവസം ഓഫീസിൽ പോകുമ്പോൾ അവരെ കാണാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല, അതേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അവർ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ബിസിയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ടൈമില്ല കേട്ടോ എന്നൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ആ സ്ഥലം കാലിയാക്കുക. അല്ല, നിങ്ങളുടെ ടേബിളിൽ വന്ന് സംസാരിക്കുന്നവരുണ്ടാകും, അങ്ങനെയുള്ളവരോട് നിങ്ങൾ തിരക്കാണ്, എനിക്കിത് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിടുക. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയൊന്നും പോകാൻ പോകുന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് അവരോട് പറയുക, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക്. അങ്ങനെ നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അവർ നമ്മളെക്കാട്ടിലും വലിയ ആൾക്കാരാണെന്നുള്ളൊരു മനോഭാവമുള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ കഴിവതും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ സമയം കുറയ്ക്കുക. അവരെ ഒരു അകലത്തിൽ നിർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരുടെ പൊസിഷനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ കണ്ടിട്ട് അവരെ അങ്ങ് സഹിച്ചേക്കാമെന്ന് വിചാരിക്കില്ല. അതായത് നിങ്ങൾ അൺകംഫർട്ടബിൾ ആയിക്കൊണ്ട്, മീൻസ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കംഫർട്ടബിൾ അല്ല, പക്ഷേ സാഹചര്യം മൂലം നിങ്ങളങ്ങ് ക്ഷമിച്ച് അതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ കംഫർട്ടബിൾ അല്ല എന്ന് നിങ്ങളുടെ മൈൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാഹചര്യം പൂർണ്ണമായിട്ടും നോ പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പഠിക്കണം. അത് അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ, എക്സാമ്പിൾ ഓഫീസിൽ നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പം നിങ്ങളുടെ ഒരു സീനിയർ വന്നിട്ട് അവരുടെ ഏതോ ഒരു ജോലി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ട്രൈ ചെയ്യുകയാണ്. അവരെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ സീനിയർ ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മളതങ്ങ് ചെയ്തു കൊടുക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ആ ഓഫീസിലുണ്ടാവില്ല. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുന്ന, അല്ലെങ്കിൽ ഒരു പാവയാണെന്ന് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ പറയാം, ഐ ആം ലിറ്റിൽ ബിസി വിത്ത് മൈ വർക്ക്, ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞവരെ ഒഴിവാക്കുക. ഒരു പ്രാവശ്യമൊക്കെ പറയുമ്പോൾ അവരുടെ മുഖമൊക്കെ മാറുക, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യം പിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി ഒന്നും അഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ലല്ലോ. നിങ്ങളുടെ ജോലി പെർഫെക്റ്റായിട്ട് ചെയ്യുക. വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അതിൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് നോ പറഞ്ഞ് അപ്പം തന്നെ ഒഴിവാക്കുക. അതിന് കൂടുതൽ ഫർദർ എക്സ്പ്ലനേഷൻ കൊടുത്ത് രംഗം ഒത്തിരി ഇതാക്കി കളയരുത്. ഒത്തിരി എക്സ്പ്ലനേഷൻ പറയുമ്പോൾ നമ്മൾ സ്ട്രോങ് അല്ല എന്നൊരു മെസ്സേജാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഒരു കാര്യം നമ്മൾ മൈൻഡിൽ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവത്തില്ല. അത് നമ്മളോട് ചെയ്യുന്ന ചീറ്റിങ്. നമ്മളെ ചീറ്റ് ചെയ്തിട്ട് മറ്റുള്ളവരെ ഹാപ്പി ആക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ അത് വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഏത് ചുറ്റുപാടിലാണെങ്കിലും നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി മെൻ്റലി കേപ്പബിലിറ്റി ഇല്ല, അതെനിക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പണായിട്ട് നോ എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ്. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ഇരിക്കുമ്പോഴൊക്കെ എവിടെയൊക്കെയാണ് നിങ്ങൾ ഡിസ്റെസ്പെക്റ്റ് അല്ലെങ്കിൽ റെസ്പെക്റ്റ് നിങ്ങളോട് മറ്റുള്ളവർ കാണിക്കുന്നില്ല എന്നൊരു ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നത്, ആ സാഹചര്യങ്ങളെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ ഞാൻ എത്ര ബോൾഡായിട്ടാണ് പെരുമാറുന്നത്, എന്നെക്കൊണ്ട് എന്ത് തിരുത്തലുകൾ അവിടെ വരുത്താൻ പറ്റും. കൂടുതലും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം, നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്വഭാവം ഉള്ളതാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മളോട് റെസ്പെക്റ്റ് വരും. ആൾ അത്ര ഈസി ഗോയിങ് അല്ല എന്ന ആൾക്കാർക്ക് മനസ്സിലാവുമ്പോൾ തന്നെ അവരുടെ അപ്രോച്ചും അതേ രീതിയിലായിരിക്കും. അവരെന്തെങ്കിലും പറയാൻ വരുന്നതിന് മുമ്പ് അവരൊന്നും കൂടെ ചിന്തിക്കും. കഴിഞ്ഞ പ്രാവശ്യം അവരോട് ചോദിച്ചപ്പോൾ അവർ നോന്ന് എടുത്തടിച്ച പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി അങ്ങനെ പോകണോ എന്നൊക്കെ നമ്മളോട് ചിന്തിക്കും. നമ്മളെ അവരൊരു റെസ്പെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ പിന്നെ സംസാരിക്കുന്നതൊക്കെ അവർ വാല്യൂ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഞാനീ പറഞ്ഞ 5 കാര്യങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. റെസ്പെക്റ്റ് തന്നെ വന്നോളും. ഒന്നാമത്തെ കാര്യം, എല്ലാവരെയും കമ്പയർ ചെയ്യുന്നത് നിർത്തുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നെന്ന് തോന്നുന്ന ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, സംസാരം കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ റെസ്പെക്റ്റ് നേടാൻ ശ്രമിക്കരുത്. നാലാമത്തെ കാര്യം, എല്ലാ കാര്യത്തിനും അപ്രൂവൽ വേണമെന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുക. അഞ്ചാമത്തെ കാര്യം, സ്ട്രോങ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ എസ് നോ കറക്റ്റായിട്ട് പറയുക. കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുക.